യൂറോപ്പിലേക്ക് ഒരു ജോലിക്കായി എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. അതായത് യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു ലിച്ചൻസ്റ്റൈനിലേക്ക് നമുക്ക് ഒരു ജോബിനായിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കാം. അതായത് ഇങ്ങനെ പോണ ആളുകൾക്ക് നമുക്ക് മാക്സിമം 6 ലക്ഷത്തിന് മുകളിലുള്ള സാലറി നമുക്ക് കിട്ടും. സോ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഈസി പാത്ത് വേ ടു യൂറോപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഓസ്ട്രിയ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്, ഈ രാജ്യങ്ങളിൽ നടുക്കായിട്ടാണ് ഈ ഒരു ലിച്ചൻസ്റ്റൈൻ സ്ഥിതി ചെയ്യുന്നത്. ഹൈ സാലറി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. വെൽ പേയ്മെൻറ്റ് കൊടുക്കും. അതായത് ഫിനാൻസ്, IT, ടെക്, എഞ്ചിനീയറിങ്, മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ടോപ്പ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിനേക്കാളും ജോബുകളും ഉണ്ട്. അതായത് സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾ. അൺസ്കിൽഡ് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്, ബട്ട് എന്നാലും നല്ല ക്വാളിഫിക്കേഷനുള്ള ജോബുകളും സ്കിൽഡ് ജോബുകളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഇവിടേക്ക് ഒരു ഫ്രീ വർക്ക് വിസ, അതുപോലെ തന്നെ ഒരു ഫ്രീ വർക്ക് പെർമിറ്റിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കുക. ചെറിയ രാജ്യങ്ങളിലൊന്നാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് MNC കമ്പനികൾ ഈ ഒരു ലിച്ചൻസ്റ്റൈനിലുണ്ട്. ബിക്കോസ് അതിന് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് നമുക്ക് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ലോവസ്റ്റ് ക്രൈം റേറ്റ്, ജയിലില്ല, ഒഫീഷ്യലായിട്ട് അവർക്കൊരു ഭാഷയല്ല, ജർമ്മനാണ് അവിടെ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ്, ഒരു ഒഫീഷ്യൽ കറൻസി പോലും ഇല്ല. സ്വിറ്റ്സർലാൻഡിൻ്റെ സ്വിസ് ഫ്രാങ്ക് ആണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എയർപോർട്ട് ഇല്ല, ഒരു എംബസി ഇല്ല. ബട്ട് എന്നാൽ പോലും അവിടെ താമസിക്കുന്ന ആളുകൾ ഭൂരിഭാഗം കോടീശ്വരന്മാരും ബാക്കിയുള്ളവർ ലക്ഷപ്രഭുക്കളുമാണ്. ബിക്കോസ് ആ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. ഒരുപാട് നല്ല സാലറിയും അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് നമ്മളുടെ രാജ്യത്ത് നിന്ന് ഒരു നോൺ EU വർക്കറിന് ഈ ഒരു ലിച്ചൻസ്റ്റൈനിലേക്ക് എങ്ങനെയാണ് ഒരു ജോബിന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ഫ്രീ വർക്ക് വിസ, ഒരു ഫ്രീ വർക്ക് പെർമിറ്റിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സിൻ്റെ കാര്യം നമുക്ക് ആദ്യമായിട്ട് പറയാം. അതായത് നമ്മൾ പറഞ്ഞു ഫ്രീ വർക്ക് വിസ, ഫ്രീ വർക്ക് പെർമിറ്റ് എലിജിബിൾ ആയിട്ടുള്ള പീപ്പിളിന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയർ നമ്മളുടെ ഈ ഒരു എയർലൈൻ ട്രാവൽ എക്സ്പെൻസ് വരെ കവർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഷെങ്കൻ കൺട്രീസിലുള്ള രാജ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നല്ല സാലറി ഉണ്ട്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് കമ്മിയാണ്. സോ അതുപോലെ തന്നെ ലോ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെ നോക്കി വെക്കാം. ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച്, ഇതൊക്കെയാണ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ കൊടുക്കുന്ന ആവറേജ് ആനുവൽ സാലറി എത്രയും നോക്കി നോക്കാം. ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് IT പ്രൊഫഷണൽസിന് എത്ര യൂറോണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കിൽ കാണാൻ പറ്റും. 80,000 ടു 1,20,000 യൂറോ പെർ ഇയറിൻ്റെ കണക്കാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഫിനാൻസ്, ബാങ്കിങ്, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ഇവർക്ക് കൊടുക്കുന്ന ആവറേജ് സാലറി, ആനുവൽ സാലറി എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു CV, അതുപോലെ തന്നെ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ യൂറോപ്പിക്ക് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളൊരു യൂറോപാസിൻ്റെ CVയും യൂറോപാസിൻ്റെ ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക. എന്നാലാണ് നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കുക. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഈ ഒരു യൂറോപാസിൻ്റെ CVയും കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും. നിങ്ങളത് നോക്കിയിട്ട് ഒരു CVയും കവർ ലെറ്ററും ആദ്യം ഉണ്ടാക്കി വെക്കുക. സോ ഇനി എന്തായാലും നമുക്ക് വിസ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി വെക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വേണം. ഓക്കെ, സോ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എവിഡൻസ് ഓഫ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് റെലവൻറ്റ് ജോബ് ഹിസ്റ്ററി. അതായത് നിങ്ങൾ ആ ഒരു ജോബിൽ ക്വാളിഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നോ ക്രിമിനൽ ഒഫൻസ് രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് യു. നമ്മളുടെ പേരിൽ അങ്ങനെ ക്രിമിനൽ റെക്കോർഡ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഒരു PCC ഒക്കെ ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് വിസ റിക്വയർമെൻറ്റ്സിൽ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് നമുക്കിതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. സോ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ലിച്ചൻസ്റ്റൈനിലേക്ക് ജോബ് ഓഫർ കൊടുക്കുന്ന ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. പിന്നെയുള്ള വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ലിച്ചൻസ്റ്റൈനിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. സോ ഈ ഒരു കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ പേജിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ കുറച്ച് ജോബ് പോർട്ടൽസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവഴിയൊക്കെ പോയിട്ട് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു ജോബ് ഓഫർ നമ്മൾ ആദ്യം ഉണ്ടാക്കണം. ഓക്കെ, സോ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഗെറ്റ് എ വാലിഡ് ജോബ് ഓഫർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു എംപ്ലോയർ ഈ ഒരു വർക്ക് പെർമിറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് വർക്ക് പെർമിറ്റ് അപ്രൂവൽ. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് റെസിഡൻസ് പെർമിറ്റ് ആണ്. ദെൻ സ്റ്റെപ്പ് 5 പറയുന്നത് സ്റ്റാർട്ട് യുവർ ന്യൂ ജോബ്. സോ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ സ്റ്റെപ്സ് വരിക. സോ ഇനി എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് പോർട്ടൽസ് വഴിയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഇതിൽ ആദ്യത്തെ ഒരു ജോബ് പോർട്ടൽ എന്ന് പറയുന്നത് ലിച്ചൻസ്റ്റെയിൻ jobs.li. ഓക്കെ, സോ ഇതൊരു ലിച്ചൻസ്റ്റെയിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് ജനറൽ ജോബുകൾ നമുക്കിതിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് കാണാൻ പറ്റും മെക്കാനിക് ജോബുകൾ, കൺസ്ട്രക്ഷൻ മെഷീനറി മെക്കാനിക് ജോബുകൾ, ഓട്ടോമാറ്റീവ് വർക്ക്ഷോപ്പ് മാനേജർ ജോബുകൾ, ഇങ്ങനത്തെ ജോബുകളൊക്കെ ഇതിൽ കിട്ടും. അതുപോലെ തന്നെ ഫിനാൻസ്, IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിങ്, ഇങ്ങനത്തെ ജോബുകളും ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് bank.li. സോ ബാങ്കിങ് ജോബുകൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാങ്കിങ് ഫിനാൻസ് ജോബുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു വെബ് പോർട്ടൽ വഴി, ഈ ജോബ് പോർട്ടൽ വഴി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന എല്ലാ ജോബ് പോർട്ടലിൻ്റെയും കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുവഴി പോവുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു ജോബ് പോർട്ടൽ പറയുന്നത് career.at. ഓക്കെ, സോ ഈ ഒരു ജോബ് പോർട്ടലാണെന്നുണ്ടെങ്കിലും ഈ ഒരു മിഡ് സീനിയർ ലെവൽ പൊസിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നോക്കാൻ പറ്റും. ഓക്കെ, സോ അതായത് നമുക്ക് ഈ ഒരു എഞ്ചിനീയറിങ്, IT, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ലീഗൽ റോളുകൾ, ഇങ്ങനത്തതൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴി ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് US പോർട്ടൽ. US പോർട്ടൽ എല്ലാവർക്കും അറിയുന്നതാണ്. യൂറോപ്പിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ജോബ് പോർട്ടലാണെന്നുണ്ടെങ്കിൽ പറയാം. യൂറോപ്പിലെ ഏത് രാജ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു നോൺ EU വർക്കറിനാണെങ്കിലും ഒരു EU വർക്കറിനാണെങ്കിലും ജോബ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതുവഴി ഒരുപാട് ആളുകൾക്ക് ജോബ് പ്ലേസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ജോബുകൾ. ലിങ്ക്ഡിൻ വഴി നമുക്ക് ഒരുപാട് കമ്പനികളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിൻ വഴിയും ഒരുപാട് ജോബുകൾ പ്ലേസ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡീഡ് വഴി നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് adecco.li. അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലെല്ലാം ഉണ്ട്. സോ ഇതൊക്കെ നോക്കുക. ഈ ഒരു ജോബ് പോർട്ടൽസ് വഴിയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ്, അതായത് ഇനി എങ്ങനെയാണ് ഈ ഒരു ലിച്ചൻസ്റ്റെയിനിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിൻ്റെ കരിയർ പേജിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇനി ഇവിടെ ഒരു എക്സൽ ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതുവഴി കയറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എക്സൽ ഫയലിലേക്ക് എത്താൻ പറ്റും. അതായത് 15ഓളം കമ്പനീസിൻ്റെ ലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നമുക്കിവിടെ ഹിൽറ്റി ഗ്രൂപ്പ് ഉണ്ട്. സോ അതായത് കൺസ്ട്രക്ഷൻ, ടെക്നോളജി, മാനുഫാക്ചറിങ്, എഞ്ചിനീയറിങ്, ആ ഒരു മേഖലയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ലിങ്കും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിക്ക് ഔട്ട് എത്തുണ്ടാവുക. ഹിൽറ്റി അതിൻ്റെ ഒഫീഷ്യൽ പേജിക്ക് എത്തുണ്ടാവും. സോ നമുക്കിവിടെ മേലെ കരിയർ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ജോബ്സ് കാണാൻ പറ്റും. നമുക്കിവിടെ വെയർ ഹൗസ് ടീം മെമ്പർ ജോബ് ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. സോ നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗ്ലോബൽ ഓപ്പറേഷൻ ജോബ്സ് കാണും. സോ അവിടെ ഒരു റെഡ് കളർ ഉണ്ട്. ആ റെഡ് കളർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദെൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പേജ് വരും. അതായത് നമുക്ക് ലിങ്ക്ഡിൻ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രം ഡിവൈസ് എന്നുള്ളതിൽ നമ്മളുടെ ബയോഡാറ്റ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ CV നമ്മൾ സെൻഡ് ചെയ്യുക, യൂറോപാസിൻ്റെ CV. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് നല്ലൊരു സ്പോൺസർഷിപ്പ് ജോബ് ലിച്ചൻസ്റ്റെയിനിൽ നേടിയെടുക്കാൻ പറ്റും. കമ്പനി വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. നമുക്കൊരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസ നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. ആവശ്യമുള്ള ആളുകൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആവശ്യമുള്ള ആളുകൾക്കും എത്തിച്ചു കൊടുക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.